വെള്ളിയാഴ്ച നമ്മൾ തന്ന ലെവൽസ് മാർക്കറ്റ് റെസ്പെക്ട് ചെയ്ത് നോക്കാം. മാർക്കറ്റ് ഓപ്പൺ ആയത് നമ്മൾ തന്ന 2 ലെവൽസായ 25,375, 25,330 ഈ 2 ലെവൽസ് ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ആയത്. ഓപ്പണിംഗ് ക്യാൻഡിലിൻ്റെ താഴെ തന്നെ കുറച്ച് സെല്ലേഴ്സ് ഇംബാലൻസ് ഉണ്ടായിരുന്നു. സെല്ലേഴ്സ് ഇംബാലൻസിൽ സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് മേളിൽ പോകാൻ നോക്കിയെങ്കിലും പറ്റിയില്ല. ആ 25,330 റെസിസ്റ്റൻസ് ആയി ആക്ട് ചെയ്തിട്ട് മാർക്കറ്റ് ഫോൾ ചെയ്യായിരുന്നു. ഓൾറെഡി ബാരിഷായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റിൽ ന്യൂസും കൂടെ വന്നപ്പം, എസ്പെഷ്യലി അദാനിയുടെ ന്യൂസും കൂടെ വന്നപ്പോഴാണ് ഇത്രയും വലിയൊരു ഫോൾ ഉണ്ടായത്. എന്നിട്ട് ഈ ഫോൾ അവസാനം ചെന്ന് നിന്നത് 25,070 എന്ന് പറഞ്ഞ ലെവലിലാണ്. ഫർദർ സെല്ലിംഗ് പ്രഷർ ഉണ്ടായിരുന്നെങ്കിലും മാർക്കറ്റ് അത് ആ ഓർഡേഴ്സ് എല്ലാം അബ്സോർബ് ചെയ്ത് അവിടെ ഒരു സെല്ലേഴ്സ് ഇംബാലൻസ് ഫോം ചെയ്തിട്ടാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. നമുക്കിനി 27 ജനുവരി ചൊവ്വാഴ്ചയിലെ പ്രീ മാർക്കറ്റ് അനാലിസിലോട്ട് വരാം. അപ്പോൾ ഇന്ന് ഹോളിഡേ ആണ്. എല്ലാവർക്കും റിപ്പബ്ലിക് ദിന ആശംസകൾ. അപ്പോൾ ഇന്നത്തെ ട്രേഡിംഗ് ഹോളിഡേ പ്ലസ് വീക്കെൻഡ്, ഇപ്പം മാർക്കറ്റ് ഇപ്പം അടുപ്പിച്ച് ഒരു 3 ദിവസം അവധിയായ കാരണം നമ്മുടെ പ്രീമിയത്തിലൊക്കെ അതിൻ്റേതായ ദോഷങ്ങളുണ്ടാകും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ തീറ്റ ഡി കെ എന്ന് പറയുന്ന സംഭവം ഒരുപാട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എക്സ്പയറി ഡേറ്റ് അന്ന് നമ്മൾ ബൈ ചെയ്യുമ്പോൾ ഓപ്ഷൻ ബയേഴ്സ് ആണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം. കാര്യം നമ്മുടെ എൻട്രി കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രീമിയം പതിവിലും കൂടുതൽ പെട്ടെന്ന് ഡി കെ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എൻട്രി റിഫൈൻഡ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചാടി കയറി ട്രേഡൊന്നും എടുക്കാണ്ടിരിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ താളത്തെ ദിവസം നമുക്ക് കൂടുതലും ശ്രദ്ധിക്കേണ്ടത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായിട്ട് മനസ്സിലാക്കുക, ഈ അനാലിസിസ് ചെയ്യുന്നത് വോളിയം പ്രൊഫൈലിൻ്റെ ബേസിസിലാണ്. നമുക്ക് നിഫ്റ്റിയുടെ വോളിയം അവൈലബിൾ ആയിട്ടുള്ളത് നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ടിലാണ്. അപ്പോൾ നമ്മൾ അനാലിസിസ് ചെയ്യുന്നതെല്ലാം നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ടിലാണ്, സ്പോട്ട് ചാർട്ടിലല്ല. ഫ്യൂച്ചർ ചാർട്ടും നിഫ്റ്റിയുടെ സ്പോട്ട് ചാർട്ടും ഈ രണ്ടും ഒരുപോലെ വരുന്നത് മന്ത്ലി എക്സ്പയറിയുടെ സമയത്താണ്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 18 ജനുവരി നിഫ്റ്റി ഫ്യൂച്ചർ ക്ലോസ് ചെയ്തത് 25,750 ഇനി നമ്മൾ ഇൻഡെക്സ് ചാർട്ടിലോട്ട് വരുമ്പോഴത്തേക്കും 18 ക്ലോസിങ് വന്നത് 25,699 അതായത് ഒരു 50 പോയിൻ്റ് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതാണ് 22 തീയതിയിലും 23 തീയതിയിലും വോളിയം പ്രൊഫൈൽസ്. ഇത് 23 തീയതിയിലത്തെ വോളിയം പ്രൊഫൈൽ എനിക്കൊരു ക്യാപിറ്റൽ ലെറ്റർ ബി ഷേപ്ഡ് ആയിട്ടാണ് തോന്നുന്നത്. അതായത് തുടക്കത്തിലെ ഒരു കൺസോൾട്ടേഷന് ശേഷം മാർക്കറ്റ് ഫോൾ ചെയ്ത് പിന്നെ താഴെ ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്യായിരുന്നു. ഇന്ത്യൻ മാർക്കറ്റിനെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഡ്രൈവ് ചെയ്യുന്നത് ന്യൂസാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ടെക്നിക്കലി ബെയറിഷ് ആണെങ്കിലും അത് എത്രത്തോളം ബെയറിഷ് ആണെന്നും അത് എത്രത്തോളം ഫോൾ വരുന്നതൊക്കെ അന്നത്തെ ന്യൂസ് നോക്കിയിട്ടാണ് നമുക്ക് തീരുമാനിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇപ്പം അങ്ങനെ മാർക്കറ്റിൽ പോസിറ്റീവ് ന്യൂസൊന്നും കാണുന്നില്ല. അപ്പം ഇന്ത്യ US വ്യാപാര കരാർ ഓൾമോസ്റ്റ് ആയെന്നും കേൾക്കുന്നുണ്ട്. പിന്നെ അതുപോലെ യൂറോപ്യൻ യൂണിയനായിട്ടുള്ള ഒരു ട്രേഡ് ഡീല്, ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുമെന്നും കേൾക്കുന്നുണ്ട്. അപ്പം ഈ 2 പോസിറ്റീവ് ന്യൂസാണുള്ളത്. അപ്പോൾ ഇതിൽ ഒരു പ്രോപ്പർ കൺഫർമേഷൻ വരാണ്ട് മാർക്കറ്റ് വീണ്ടും ഒരു ബുള്ളിഷിലേക്ക് പോവും എന്ന് തോന്നുന്നില്ല. അപ്പോൾ നമുക്കെന്തായാലും ടെക്നിക്കൽസ് ഫോളോ ചെയ്യാം. അപ്പം എന്താണ് ഇപ്പോൾ നമുക്ക് നമ്മുടെ സെറ്റപ്പിൽ എന്താണ് കാണുന്നത് എന്ന് വെച്ചാൽ അത് എടുക്കാം. ഇപ്പോൾ നമ്മളിപ്പോൾ ന്യൂസ് ആയാലും എന്ത് തന്നെ ആയാലും ഇപ്പം ഒരു മൂവ് ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ ഫുട് പ്രിൻറ്റ്സ് നമുക്ക് നമ്മുടെ ചാർട്ടിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ആ ഫുട് പ്രിൻറ്റ്സ് നോക്കിയിട്ട് ട്രെൻഡ് റൈഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ സ്ട്രാറ്റജി. അപ്പോൾ ഇനി നമുക്ക് ലെവൽസിലോട്ട് വരാം. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ചാർട്ട് നോക്കി കിട്ടിയ ലെവൽസ്. അപ്പം അതിന് മുകളിൽ ഞാൻ എൻ്റെ നോട്ട്സ് എഴുതി വെച്ചിട്ടുണ്ട്. അത് എൻ്റെ റെഫറൻസിനാണ്, കൺഫ്യൂസ് ആക്കണ്ട. നിങ്ങളുടെ സെറ്റപ്പിൽ എന്താണ് കാണുന്നത് ആ ട്രേഡ് എടുക്കുക. പക്ഷേ ഈ ലെവൽസിൽ നമുക്ക് മാർക്കറ്റ് എന്തെങ്കിലും റെസ്പോൺസ് തരും എന്നുറപ്പാണ്. മാർക്കറ്റ് ഇപ്പോൾ ഭയങ്കര വോളറ്റൈലായ കാരണം ഞാൻ മാക്സിമം 40 പോയിൻറ്റ്സിൻ്റെ ഇൻ്റർവെല്ലിൽ വെച്ച് വരയ്ക്കാൻ നോക്കിയിട്ടുണ്ട്. ഇനിയിപ്പം ലൈൻസ് ഇവിടെ കൊണ്ട് നിന്നില്ല, ഇപ്പോൾ നാളെ ഒരു മേജർ ഗ്യാപ്പ് അപ്പോ ഒരു ഗ്യാപ്പ് ഡൗണോ വരികയാണെങ്കിൽ ഫുൾ ചാർട്ട് ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ കമൻസിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ നിങ്ങൾ അവിടെ കൊണ്ടൊന്ന് ഫോളോ ചെയ്യുക. അടുത്തതായി ഓപ്പൺ ഇൻട്രസ്റ്റ് ഗാമ എക്സ്പോഷർ അനലൈസിലോട്ട് വരാം. നിഫ്റ്റി കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തത് 25,050 അടുത്താണ്. കറക്റ്റായി പറഞ്ഞാൽ 25,048. അപ്പം നമുക്ക് വരുന്ന കോൾ വാൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 25,300 അവിടെ പുതുതായി 8 മില്യൺ കോൾ റൈറ്റേഴ്സ് ആഡ് ആയിട്ടുണ്ട്. ടോട്ടൽ കോൾ OA എന്ന് പറയുന്നത് 14 മില്യൺ. അതിന് ശേഷം വരുന്നത് 25,200, അതാണ് ഏറ്റവും അടുത്ത് വരുന്ന റെസിസ്റ്റൻസ്. അത് ടോട്ടൽ OA 10 മില്യൺ, പുതുതായി 7 മില്യൺ കോൾ റൈറ്റേഴ്സ് ആഡ് ആയിട്ടുണ്ട്. ഈ സപ്പോർട്ടിൻ്റെ അങ്ങോട്ട് വരുമ്പം കാര്യങ്ങൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് ഇപ്പോൾ നിൽക്കുന്ന ലെവൽ, അതായത് 2550 പുതുതായിട്ട് പുട്ട് റൈറ്റേഴ്സ് ആഡ് ആയിട്ട് കാണുന്നുണ്ട്.
2 മില്യൺ പുട്ട് റൈറ്റേഴ്സ് ആഡ് ആയിട്ടുണ്ട്. ടോട്ടൽ OA വരുന്നത് 4.2 മില്യൺ. പക്ഷേ 25,000ക്ക് നോക്കുമ്പം അവിടെ ഒരു 3 ലക്ഷം പുട്ട് റൈറ്റേഴ്സ് അവിടെ നിന്ന് പൊസിഷൻസ് എക്സിറ്റ് ആയിട്ട് കാണുന്നുണ്ട്. ടോട്ടൽ OA ഇപ്പോഴും 9.7 ഉണ്ട്. പക്ഷേ OA ചേഞ്ച് 3 ലക്ഷം കുറവ് കാണിക്കുന്നുണ്ട്. അതൊരു അനോമലി ആയിട്ട് തോന്നുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഇപ്പം 25,050 എന്ന് പറയുന്ന സപ്പോർട്ട് ഹോൾഡ് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാര്യം അത്രത്തോളം ബെയറിഷ്നെസ് ഇപ്പം മാർക്കറ്റിലുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു 25,000 വീണ്ടും മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്നാണ് തോന്നുന്നത്. പക്ഷേ 25,000 ഹോൾഡ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതിൽ നിന്നൊരു മേജർ കൺക്ലൂഷൻ ഡ്രോ ചെയ്യാനൊന്നും പറ്റുന്നില്ല. അപ്പം നമുക്ക് ഗാമ എക്സ്പോഷർ ചാർട്ടും കൂടെ ഒന്ന് നോക്കാം. ഇപ്പം ഗാമ എക്സ്പോഷർ ചാർട്ട് നോക്കിയപ്പോൾ നമുക്ക് കാണാൻ പറ്റും 25,050 എന്ന് പറയുന്നത് 25,000 കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഒരു മേജർ സപ്പോർട്ട് പോലും അല്ല. അപ്പം അടുത്ത ദിവസം മാർക്കറ്റിൽ ആ ലെവൽ ഹോൾഡ് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതുപോലെ നമ്മൾ റെസിസ്റ്റൻസിൻ്റെ സൈഡിലോട്ട് നോക്കുമ്പം 25,100, 25,150 ഇത് രണ്ടും ഒരു മേജർ റെസിസ്റ്റൻസും അല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് മാർക്കറ്റ് 25,000-ൻ്റെയും 25,200 ഇടയിലുള്ള ആ 200 പോയിൻ്റ് റേഞ്ചിൽ ഒരു റേഞ്ച് ബൗണ്ടായിട്ട് ഹൈലി വോളട്ടൈലായിട്ട് ബൗൺസ് ചെയ്യാനുള്ള ഒരു ചാൻസാണ് എനിക്ക് കാണുന്നത്. കാര്യം എസ്പെഷ്യലി നമ്മളിനി ഈ 3 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ നിഫ്റ്റിയുടെ എക്സ്പയറി കൂടാണ്. അപ്പോൾ അത് പ്രത്യേകിച്ചും ഞാൻ പറയുകയാണെങ്കിൽ 25,000 റീടെസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് ടാപ്പിന് നമുക്ക് വേണമെങ്കിൽ ഒരു ലോങ് നോക്കാം. പക്ഷേ ഫസ്റ്റ് ടാപ്പ് കഴിഞ്ഞ് അത് രണ്ടാമത്തെ ടാപ്പും അതായത് സെയിം ഡേ വരികയാണെങ്കിൽ നമ്മളൊന്ന് മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്. കാര്യം ലോങ്സ് കുറച്ച് സൂക്ഷിക്കണം. കാര്യം നമുക്ക് ബ്ലൈൻഡായിട്ട് ലോങ്സ് പോകാൻ പറ്റില്ല. അന്നേരം OAയിൽ വരുന്ന ചേഞ്ച്, പിന്നെ നമ്മുടെ സെറ്റപ്പിൽ എന്താണ് കാണുന്നത്, ഇപ്പോൾ ഓർഡർ ഫ്ലോയിൽ അവിടെ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ, അപ്പോൾ ഇതെല്ലാം നോക്കിയിട്ട് വേണം നമുക്ക് അവിടുന്ന് ലോങ്സ് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് എക്സ്പയറി ഡേ അതായത് ചൊവ്വാഴ്ച നമ്മൾ കുറച്ച് ബെയറിഷ് ആയിരിക്കുന്നതിനാണ് നല്ലതെന്ന് തോന്നുന്നു. കാര്യം ബുള്ളിഷ് ആവാനുള്ള റീസൺസ് ഒന്നും നിലവിൽ മാർക്കറ്റിൽ കാണുന്നില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു അനാലിസിസ്. അപ്പം ടേക്ക് ഇറ്റ് വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട്. നമുക്ക് മാർക്കറ്റ് വളരെ ഡൈനാമിക്കാണ്. അപ്പം ഡൈനാമിക്കായ മാർക്കറ്റിൽ നമ്മുടെ ഡിസിഷൻസും അതുപോലെ ഡൈനാമിക് ആയിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് ലോസസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ സെറ്റപ്പ് എന്ത് കാണിക്കുന്നു അതിൽ മാത്രം ട്രേഡ് ചെയ്യുക. ടെക്നിക്കൽസിനെ ഡിപ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സ് ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.